നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സഹായം ചെയ്തിട്ട് അവിടെയൊക്കെ സ്വന്തം പേര് കൊത്തിവെക്കണമെന്ന് നിർബന്ധമുള്ള ഒരുപാട് പ്രാഞ്ചേട്ടന്മാരുണ്ട്. നമ്മൾ അത് അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒക്കെ തന്നെ ഒരു വാതിലിന് വിചാരി കൊടുത്തിട്ട് ഡൊണേറ്റ് അല്ലെങ്കിൽ സമർപ്പണം, മറ്റേ കോത്താഴത്തെ വീട്ടിൽ കുഞ്ഞിരാമൻ എന്ന അതെങ്കിലും പള്ളിയിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും സംഭാവനത്തിൽ എഴുതിക്കുന്നവരുണ്ട്. ഇതിൻ്റെ വേറെ പതിപ്പാണ് നമ്മുടെ MLA ഫണ്ട് MP ഫണ്ടും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ എല്ലാം മുകളിൽ വലിയ അക്ഷരത്തിൽ ഇത് ഇന്ന MLAയുടെ അല്ലെങ്കിൽ MP യുടെ ഫണ്ട് കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സാധനം എഴുതിയിരിക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു അരോചകമായ കാഴ്ചയാണ്. നമ്മളൊക്കെ എപ്പോഴും പറയാനുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ ഇതിനൊക്കെ എതിരെ ഒരു MLA തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പൂഞ്ഞാർ MLA അല്ലേ, MJ സെബാസ്റ്റ്യൻ. അവിടെ ഈ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ആയിരുന്നു. ഇപ്പോൾ MJ സെബാസ്റ്റ്യൻ, PC ജോർജിനെയും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സിറ്റിംഗ് MLAയും തോപ്പിച്ചിട്ട് കയറി വന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സംഭവമുണ്ട്, അതായത് എന്തെങ്കിലും ഒരു നിർമ്മാണ പ്രവൃത്തി ഉണ്ടാക്കിയിട്ട് ആ നിർമ്മാണ പ്രവൃത്തിയേക്കാൾ വലിപ്പത്തിൽ പേരെഴുതി വെക്കുന്നത്, അത് അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ എൻ്റെ വീട്ടിലേക്കുള്ള റോഡ് അത് കോൺക്രീറ്റ് റോഡാണ്, MP ഫണ്ടിലാണ് ഇത് ചെയ്തത്, കോൺക്രീറ്റ് ചെയ്ത്. അപ്പോൾ ഞാനായിരുന്നു ഇതിൻ്റെ ഗുണഭോക്തൃ സമിതിയെ എടുക്കണം, അതിൻ്റെ കൺവീനറായിട്ട് ഞാനാണ്. അപ്പം ഇതിന് ഒരു മാനദണ്ഡം ഉള്ളത് എന്താണെന്ന് അറിയാം. ഇതിനൊരു ശിലാഫലകം വയ്ക്കണം, ഇതെന്ത് പദ്ധതിയാണ് ഏതാണ് എന്നുള്ളത്. ആ ഒരു ശിലാഫലകം ഏതെങ്കിലും ഒരു സൈഡിൽ വയ്ക്കുക. അതെന്ന് പറഞ്ഞാൽ അതിനൊരു നീളവും വീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന പദ്ധതി പ്രകാരം നിർമ്മിച്ചതാണ്, MP സ്ലാറ്റ് ഫണ്ട്, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ അതിനടിയിൽ ഇത് ഇന്ന MP സ്ലാറ്റ് എന്ന് വെച്ചാൽ പേര് വെക്കണമെന്നില്ല, വെക്കുന്നു. ഇത് എത്ര മീറ്റർ നീളമുള്ള റോഡ്, ഇത്ര മീറ്റർ നീളമുള്ള ഇന്ന സ്ഥലത്തു നിന്ന് തുടങ്ങി ഇന്ന സ്ഥലത്ത് നിൽക്കുന്ന റോഡ്, അടങ്കൽ തുക 3 ലക്ഷം രൂപ, ഇത്ര എഴുതി ഒരു ചെറിയ ഫലകം ഇതിൻ്റെ സൈഡിൽ വെക്കണമെന്നേ ഉള്ളൂ. അത് തന്നെ ഉള്ളൂ. ഈ വെയിറ്റിംഗ് ഷെഡ് ആണെങ്കിലും ആശുപത്രി ആണെങ്കിലും KSRTC ബസ് സ്റ്റാൻഡ് ആണെങ്കിലും ഇപ്പോൾ മാത്യു T തോമസ് MLAയുടെ ഫണ്ടിൽ നിന്ന് പണിത KSRTC സമുച്ചയം എന്നായിരിക്കും തിരുവല്ലയിൽ എഴുതി വയ്ക്കുന്നത്. അവിടെ അപ്പോൾ എന്താണ് വേണ്ടത്? ഇത് MLA ഫണ്ട് ഉപയോഗിച്ച് പണിത കെട്ടിടം എന്ന് എഴുതി വയ്ക്കാം, പക്ഷേ അവിടെ പേര് ചേർക്കണമെന്ന് ഇല്ല. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ അതിലെല്ലാം അങ്ങ് പോട്ടെ, നമ്മളൊക്കെ ഈ 30 ലക്ഷം രൂപയുടെയും 40 ലക്ഷം രൂപയുടെയൊക്കെ വെയിറ്റിംഗ് ഷെഡ് കണ്ട് അന്തം വിടുന്ന ആൾക്കാരാണ് അല്ലേ? അതാണ് ഞാൻ പറയാൻ വന്നത്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരു 20 വർഷത്തിനകം നിർമ്മിച്ച ഈ MLAയുടെ പേര് വെച്ചിട്ടുള്ള വെയിറ്റിംഗ് ഷെഡ് എത്ര എണ്ണം വർക്കിംഗ് ആണ് ഇപ്പോഴും? പൊളിഞ്ഞടിച്ചിട്ട് തലയിൽ കൂടെ വീഴും. സ്റ്റാച്യു ഒരു സെക്രട്ടേറിയറ്റിൻ്റെ അത് അതിനൊക്കെ രസകരമാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, കണ്ടിട്ടുണ്ട്. അത് നിർമ്മിച്ചത് ആറ്റിങ്ങൽ MLA ആയിരുന്ന സമ്പത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം അതിൽ ശശി തരൂരിൻ്റെ മണ്ഡലമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ നേരെ എതിർവശത്ത്. അതിപ്പോൾ അതിൻ്റെ പൊളിഞ്ഞ അവസ്ഥയിലാണ്. എങ്കിൽ പോലും അതെന്തുകൊണ്ടാണെന്ന് പലരും ചോദിച്ചിരുന്നു. അതിപ്പോഴും നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയിട്ടില്ല. പിന്നെ അന്ന് ഒരു 10-15 വർഷത്തിനകം നിർമ്മിച്ച ഒട്ടുമിക്ക MLAയുടെ പേര് വെച്ചിട്ടുള്ള വെയിറ്റിംഗ് പൊളിഞ്ഞു വീണ് കിടക്കുകയാണ്. അല്ലെങ്കിൽ ഇരുന്നാൽ നമ്മുടെ തലയിൽ കൂടെ എല്ലാം കൂടെ പൊളിഞ്ഞു വീഴുക, അല്ലെങ്കിൽ നമ്മൾ താഴോട്ടും പോയിച്ച് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇതൊരു വളരെ കൃത്യമായ നിരീക്ഷണമാണ് നടത്തിയത്. അതായത് ഇത്തരം ചെറിയ ഒരു ഇവിടെയാണ് ഇവർ തെറിവിളി കേൾക്കുന്നത്. എങ്ങനെയാണെന്നറിയോ? ഈ കുഞ്ഞൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി നമുക്ക് ഒറ്റ ഓട്ടത്തെ അറിയാം 1.5 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ ആകില്ല. അതിനുള്ളതേ ഉള്ളൂ 4 കമ്പി. പിന്നെ ചിലയിടത്തുണ്ട് ഈ വെയിറ്റിംഗ് ഷെഡ് ഇരിക്കേണ്ട സ്ഥലത്ത് റൗണ്ടിലുള്ള കമ്പിയാണ് വെച്ചിരിക്കുന്നത്. നമ്മളതേ ചെന്നിരുന്ന പറഞ്ഞ് നമ്മൾ താഴെ പോകും. ചിലത് ഇരിക്കാനും പറ്റാത്ത ഉരുളൻ, അതാണ് ഞാൻ പറഞ്ഞത്. അതും നല്ല മിനുസമുള്ള സ്റ്റീലിൻ്റെ ഈ പൈപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ എഴുതി വെക്കും, 23 ലക്ഷം രൂപ മുടക്കി ഇന്ന MP നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡ്. പണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ എന്താണെന്നറിയാം, നമ്മൾ അതിലൂടെ പോകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ 23 ലക്ഷം രൂപയുടെ വെയിറ്റിംഗ് ഷെഡ്. ഉടനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. നമ്മൾ ഇപ്പോൾ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഇടപെടുന്ന ഒരുത്തനാണെങ്കിൽ ഉടനെ അവൻ്റെ ഫോൺ എടുത്തിട്ട് ഇതായിട്ട് നാട്ടുകാരെ കണ്ടോ 23 ലക്ഷം രൂപയുടെ വെയിറ്റിംഗ് ഷെഡ്, ഇതുണ്ടായിരുന്ന 2 വലിയ കോൺക്രീറ്റ് വീട് വയ്ക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മൊത്തം അളക്കും. ആകെയുള്ളത് 4 കമ്പി, 2 പൈപ്പ്, മേളിൽ 4 പിന്നെ അലൂമിനിയം ഷീറ്റ്, പിന്നെ അതിലവിടെ 2 പാത്തി വയ്ക്കാനുള്ള സ്ഥലം, കുറച്ച് ഭാഗം താഴെ ടൈലിട്ടിരിക്കും. എല്ലാം കൂടെ കൂടി വന്ന 2 ലക്ഷം രൂപ ചിലവ്. വേണ്ട, 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ. ഇതിനാണ് സുഹൃത്തുക്കളെ 23 ലക്ഷം രൂപ ചിലവിൽ ഇത് പണി വരും, ഇത് വരും, ഇത് കയറിപ്പോവും. അവസാനം പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്നീ ഈ വെയിറ്റിംഗ് ഷെഡ് വണ്ടി ഇടിച്ചങ്ങ് തകരും. അല്ലെങ്കിൽ ഇതിനകത്തൊന്ന് ഈ പറഞ്ഞ ഈ 26 ലക്ഷം എന്നുള്ള 23 ലക്ഷം എന്നുള്ള ആ അക്കം അങ്ങ് അപ്രത്യക്ഷമാവും. അതും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ബോർഡ് തന്നെ എടുത്തു മാറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന എവിടെയാണെന്നറിയും, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിയുമ്പോഴാണ്.
ഇപ്പോൾ എനിക്കറിയാം ഞങ്ങളുടെ നാട്ടിൽ വീണ ജോർജ് കുറേ വെയിറ്റിംഗ് ഷെഡ് പണിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ പണിഞ്ഞ വെയിറ്റിംഗ് ഷെഡിനകത്ത് മൊത്തം ഇവരുടെ പടങ്ങളാണ്. അല്ലാതെ പണം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗണേഷ് കുമാറിനെ പണം തിരുവനന്തപുരത്ത് പലതും വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ വെച്ചിരിക്കുന്നത് വെച്ചാൽ അവർ റോഡ് ഉദ്ഘാടനം ചെയ്യുന്ന പടം, പിന്നെ പാലം ഉദ്ഘാടനം ചെയ്യുന്ന പടം, ആ പടം എല്ലാം കൂടി ഇതിനകത്ത് നിരത്തി വെച്ച് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ, ആരെങ്കിലും കൊണ്ടൊരു പരാതി കൊടുക്കും. ഈ ഇവരുടെ ഭരണ നേട്ടമാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുപോയി പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ പണി എവിടെ നിന്നാലും കുറേ തുണി പുറക്കിക്കൊണ്ട് വന്ന് ഇത് മറച്ചു വയ്ക്കുക എന്നുള്ളതാണ്. ഇത് പുറത്ത് കാണിക്കുക. മാത്രമല്ല ഈ സ്കൂളിൽ പോളിംഗ് ബൂത്തിന്റെ അടുത്താണ് ഈ ബോർഡ് വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറയ്ക്കണം. പിന്നെ ഈ നമ്മൾ വെച്ചിരിക്കുന്ന പോളിംഗ് ബൂത്ത് ഉണ്ടല്ലോ, സ്കൂളുകളാണല്ലോ സാധാരണ മിക്കവാറും ഈ കിഫ്ബി വണ്ടിന്നോ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ വണ്ടിന്നോ വെക്കുന്ന സ്കൂളുകളാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഇങ്ങോട്ട് ഈ പോളിംഗ് ബൂത്ത് എന്ന് എഴുതി വെച്ചിരിക്കുന്നതിന്റെ സൈഡിൽ മൊത്തം ഇതുപോലെ ഇത് എഴുതി വെച്ചിരിക്കുകയായിരിക്കും, ഇന്ന MLA ഫണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്, ഇവരാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ ഇതവിടെ ഏതായാലും ഈ MLA വളരെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് ഇന്നലെ നടത്തിയിട്ടുള്ളത്. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേര് കൊത്തി വയ്ക്കേണ്ടതാണ്, എൻ്റെ പേര് വേണ്ട, ഇത് ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങളെല്ലാവരും കൊടുക്കുന്ന ടാക്സിൽ നിന്ന് പിരിവെന്നുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ നിർമ്മിതികളാണ് നടക്കുന്നത്, അതിൽ എൻ്റെ പേര് എഴുതിയിട്ട് എന്ത് പ്രസക്തി എന്ന് അദ്ദേഹം. അതെ, അത് വളരെ കൃത്യമായൊരു അല്ല, അതിന് അങ്ങനെ എൻ്റെ പേര് ആരും ഇതിൽ എഴുതി വെക്കേണ്ട, ഞാൻ MLA താൽക്കാലികമാണ് MLA. അതെ, അത്രയേ ഉള്ളൂ. അതായത് MLA എന്ന് പറയുന്നത് അദ്ദേഹം അവർ കഴിയുന്ന ഉടനെ അടുത്ത ആൾ വരുന്ന MLA അടുത്ത ആൾ വരികയാണ്. പക്ഷെ നമ്മൾ ഗണേഷ് കുമാർ അത് ബാധമല്ല, അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ MLA എന്നേക്കും അടിച്ചു വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത് മാറ്റാൻ പോകുന്നുണ്ട്, എടുത്ത് കളഞ്ഞു എന്ന് പറയുന്നു. എന്താണെങ്കിലും ശരി, ഈ പൂഞ്ഞാർ MLA ആ ഒരു പ്രസംഗം വളരെ വൈറലായി. ഇത് വളരെ വൈറലായി മാറി. അതൊരു സ്കൂളിലാണ് അദ്ദേഹം അവിടെ ആർ ശങ്കർ മെമ്മോറിയൽ സ്കൂൾ, അങ്ങനെ എന്താ നാട്ടിൽ അദ്ദേഹം മണ്ഡലത്തിൻ്റെ സ്കൂളിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. പക്ഷെ അത് വളരെ പ്രസക്തമാണ്. ഇത് നമ്മുടെ നാട്ടിലെ മറ്റുള്ള ആളുകളൊക്കെ തന്നെ ഇത് ഒരു മാതൃകയാക്കണം ജനപ്രതികളല്ല. അത് നമ്മളെ അത് പറയാൻ പറ്റില്ല. കാരണം പഞ്ചായത്ത് മെമ്പർമാരുണ്ടല്ലോ, അവർ അണ്ണാൻ കുഞ്ഞും തന്നാലായത്, അവർക്ക് ഈ വലിയ പൊക്കത്തിൽ എഴുതി വെക്കാൻ എന്തൊക്കെ ഫണ്ട് അവരുടെ കയ്യിലില്ല. അവരപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഈ റോഡ് ചെയ്യുന്ന ആളുണ്ടല്ലോ, ഈ റോഡ് ചെയ്യുന്ന കോൺട്രാക്ടർ, ഈ കോൺട്രാക്ടർ പറയും എനിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞൊരു ബാനർ അടിച്ച് അവിടെ കെട്ടിവെക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് അടിച്ച് വെക്കാൻ പറയും. 100-800 രൂപയുടെ ചിലവല്ലേ ഉള്ളൂ, അത്രയൊന്നും എഴുതി വെക്കണമെന്ന് പറയും. മറ്റേടത്ത് ഇതിപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഗ്രേഡ് അനുസരിച്ചാണ്, MP-ക്ക് ഇത്ര, MLA-ക്ക് ഇത്ര, അത്രയും വലിപ്പത്തിലായിരിക്കും ഈ സംഭവം വരുന്നത്. പക്ഷേ ഇത് ഇല്ലെങ്കിലും ഇത് ഇപ്പോൾ അടുത്ത ഭരണസമിതി കയറുമ്പോൾ ഇത് മായ്ച്ചു കളയും, അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ട് അത് എല്ലായിടത്തും ഉണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ പിണറായി വിജയനാണെങ്കിൽ പോലും അദ്ദേഹം ഇട്ട കല്ല്, അല്ല അതിന് മുമ്പ് ഉമ്മൻചാണ്ടി ഇട്ട കല്ലെടുത്ത് മാറ്റിക്കളഞ്ഞു. ഡൽഹിയിലെ ട്രാവൻകൂർ ഹൗസിൽ ഉമ്മൻചാണ്ടി തറക്കല്ലിടുകയും നിർവഹണം നടത്തുകയും ചെയ്ത് പിണറായി എന്നവർ ദൂരം എടുത്ത് കളഞ്ഞു. എന്നിട്ട് അതെടുത്ത് പുറകിൽ എവിടെയോ കൊണ്ട് കൂട്ടിയിട്ടു. ഇതെല്ലാവരും വരുന്നിടത്ത്. അപ്പോൾ ഇതിന് സത്യത്തിൽ സർക്കാർ തന്നെ ഒരു മാനദണ്ഡം കൊണ്ടുവരും. ഒരു പദ്ധതിയുടെ പേരിലും MP ഫണ്ട് ഇത്ര രൂപ എന്നുള്ളതല്ലാതെ MP-മാരുടെ പേരെഴുതി വെക്കരുത്, അല്ലെങ്കിൽ MLA-മാരുടെ പേരെഴുതി വെക്കരുത്, അതല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരുടെ പേര് എഴുതി വെക്കരുത് എന്നൊരു. നമ്മൾ ഇക്കാര്യത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞ നമ്മൾ ആരാധനാലയങ്ങളിലൊക്കെ തന്നെ ആളിങ്ങനെ ഇമാതിരി വൃത്തി സമർപ്പണം എന്ന് പറഞ്ഞ് പേരൊക്കെ എഴുതി വയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പേരുണ്ട്. ശിവഗിരി പേരുണ്ടായിരിക്കുമല്ലോ, ശിവഗിരിയുടെ മഹാസമാധി, ഗുരുദേവൻ്റെ മഹാസമാധി അത് പൂർണ്ണമായും നിർമ്മിച്ച് നൽകിയത് MP മൂത്തേടത്തെന്ന് പറയുന്ന ഒരു വലിയ റെയിൽവേ കോൺട്രാക്ടറാണ്. അദ്ദേഹം ഗുരുദേവൻ്റെ വലിയൊരു ഭക്തനായിരുന്നു. അപ്പോൾ അദ്ദേഹം മുഴുവൻ പൈസ ചിലവാക്കി അദ്ദേഹമാണ് ഇത്രയും ഒരു കൂറ്റൻ ഒരു സമാധി മണ്ഡപം നിർമ്മിച്ചത്. പക്ഷെ അത് നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ പേര് ഒത്തിരിക്കരുതെന്നുള്ളതാണ്. ആലോചിച്ചു, ഇന്നെങ്ങാനും ആയിരുന്നെങ്കിൽ ഈ പ്രാഞ്ചികളെങ്ങാനുമാണ് ഇതുപോലെ ഒന്ന് കിട്ടിയാൽ വന്നിരുന്നെങ്കിൽ അവിടെ മുഴുവൻ പേരെഴുതി വയ്ക്കുമായിരുന്നു. അല്ല, അത് ഇപ്പോഴത്തെ ഈ പ്രഹസനങ്ങൾ കാണുമ്പോൾ അത് അന്ന് അദ്ദേഹം എഴുതി വെക്കേണ്ടിയിരുന്നു എന്നാണ് നമുക്ക്. അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ വേറെ വല്ലവരും വരാനും സാധ്യതയുണ്ട്. എന്താണെങ്കിലും അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ ഒരു വലിയ കയ്യടി അർഹിക്കുന്നു. വളരെ കോൺഗ്രസ്സുകാർ എല്ലാവരും, കോൺഗ്രസിൻ്റെ CPM എല്ലാവരും, എല്ലാ ജനപ്രതിനിധികളും, പഞ്ചായത്ത് മെമ്പർ തൊട്ട് അങ്ങറ്റം വരെയുള്ള എല്ലാവരും ഇത് കണ്ടുപഠിക്കണം. തൻ്റെ പേര് കൊത്തിവയ്ക്കേണ്ട എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച ഈ സെബാസ്റ്റ്യൻ MLA നമ്മൾ എന്തുകൊണ്ടും അഭിനന്ദിക്കണം.